ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഇഗ്നോയുടെ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാസിംഗ് മാർക്ക് എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെയും ഫസ്റ്റ് അപ്ഡേഷനൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതിയ ആൾക്കാർക്ക് ഇതിൻ്റെ പാസിംഗ് മാർക്ക് എത്രയാണ് വരുന്നത്, അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എങ്ങനെയാണ് വരുന്നത്, രണ്ടും കൂടി ഒരുമിച്ചാണോ നമുക്ക് നമ്മളുടെ മാർക്ക്, അങ്ങനെയാണോ നമ്മൾ പാസ്സാവുന്നത്, രണ്ടിൻ്റെയും മാർക്ക് നോക്കിയിട്ടാണോ പാസ്സാവുന്നത്, അതുപോലെ തന്നെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പാസ്സാവേണ്ടതുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോഴ്സ് അല്ലാതെ വേറെ മറ്റു കോഴ്സുകൾ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അവരുടെ പാസിംഗ് മാർക്ക് അറിയുക എന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായിട്ടും എഴുതേണ്ട ഒന്നാണ്. എല്ലാ സബ്ജക്റ്റിനും നമുക്ക് തിയറി പേപ്പേഴ്സിനും നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഡിഗ്രി പ്രോഗ്രാംസിനും നമുക്ക് 100ൽ 35 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 35% ഓർ 35 മാർക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ, അതായത് MAPC, MA ഇംഗ്ലീഷ് അതുപോലെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് 40% മാർക്കാണ്. അതായത് 100ൽ 40. ഇത് എല്ലാ സബ്ജക്റ്റിനും നമുക്ക് തിയറി പേപ്പേഴ്സിനും നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും നമുക്ക് അസൈൻമെൻറ്റ് റിസൾട്ട് വരുമ്പോൾ 40 മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. അസൈൻമെൻറ്റിനും അതുപോലെ തന്നെ നമ്മളുടെ ടേം ആൻഡ് എക്സാമിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓരോ തിയറി പേപ്പറിനും നമുക്ക് ആ ഒരു പെർസെൻറ്റേജ്, ഓരോ സബ്ജക്റ്റിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അസൈൻമെൻറ്റിന് ഡിഗ്രിക്കാർക്കാണെങ്കിൽ 35%, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാർക്കാണെങ്കിൽ 40% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തതായി നമ്മൾ ടേം ആൻഡ് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ BAG, BSCG, BCom ഇതുപോലെയുള്ള ഹോണേഴ്സ് പ്രോഗ്രാമിന് നമുക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 35% മാർക്ക് വേണം. ഒരു സബ്ജക്റ്റിന് നമുക്ക് ഇപ്പോൾ 100ലാണെങ്കിൽ 35 മാർക്കും, അതുപോലെ തന്നെ നമുക്ക് 50ലാണ് നമുക്ക് എക്സാം നടക്കുന്നത് എങ്കിൽ നമുക്ക് വേണ്ടത് 18 മാർക്കുമാണ്. അതായത് ഓരോ സബ്ജക്റ്റിനും 35% മാർക്കാണ് വേണ്ടത്. അടുത്തതായിട്ട് BA, BCom, BSc പ്രോഗ്രാം ഓൾഡ് സിലബസ് ഇവർക്ക് വേണ്ടതും അതുപോലെ തന്നെ 35% തന്നെയാണ് പാസ്സാവാൻ വേണ്ടത്. 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് 9 ഔട്ട് ഓഫ് 25ഉം, 50 മാർക്കിൻ്റെ ആണെങ്കിൽ അതിന് വേണ്ടത് 80 ഔട്ട് ഓഫ് 50 ആണ് വേണ്ടത്. ഒരു തിയറി പേപ്പറിന് കിട്ടേണ്ട മാർക്കാണ് ഇത് പറയുന്നത്. ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രിയിലെ ഓരോ തിയറി പേപ്പറിനും നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് 40% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത് എങ്കിൽ അതിൽ നമുക്ക് 20 മാർക്സ് സ്കോർ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് പാസ്സാവുകയുള്ളൂ. ഇപ്പോൾ 100 മാർക്കിൻ്റെ ആണെങ്കിൽ 40 മാർക്ക്, അതായത് 40% ആണ് ഇതിൽ വേണ്ടത്. ഓരോ സബ്ജക്റ്റും നമുക്ക് വേണ്ടത് 40% ആണ്. ഇഗ്നോയിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൻ്റെയോ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെയോ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതായത് ഇഗ്നോ, ഇപ്പോൾ ഞാൻ MA സൈക്കോളജിയോടെയാണ് നോക്കുന്നത്. MA സൈക്കോളജി പ്രോഗ്രാം ഗൈഡ് PDF ഫോർ 2024 ജൂൺ സെഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ ആ ഒരു ബാർ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള PDF അതുപോലെ തന്നെ ഗൈനക്കോഷിൻ്റെയും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഫുൾ ഗൈഡ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് ആ പ്രോഗ്രാം എങ്ങനെയാണുള്ളത്, അതിലെ ഓരോ സബ്ജക്റ്റും എങ്ങനെയുണ്ട്, ഓരോ ഇയേഴ്സും എങ്ങനെയാണ്, അതിലെ ലാബ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈ ഒരു ഗൈഡിൽ, ഈ ഒരു പ്രോഗ്രാം ഗൈഡിൽ നമുക്ക് നൽകിയിട്ടുണ്ടാകും. ഇഗ്നോയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടാകും. ഈ ഒരു ഗൈഡ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഫുൾ വിവരവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഗ്നോയിൽ നിന്ന് ആവശ്യമുണ്ട്, അതായത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമായാലും റീ രജിസ്ട്രേഷൻ്റെ കാര്യമായാലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ഇതിലെ എല്ലാ കണ്ടൻസും ഉണ്ട്. ഇതിൽ ഇവാലുവേഷൻ എന്നുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അവിടെയാണ് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കിൻ്റെയും അതുപോലെ തിയറി മാർക്കും എത്ര വേണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ ഇവാലുവേഷൻ എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ ഭാഗത്ത് പറയുന്നുണ്ട്, യു ആർ റിക്വയർഡ് ടു സ്കോർ അറ്റ്ലീസ്റ്റ് 40% മാർക്ക് ഇൻ ബോത്ത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ടേം ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഈച്ച് കോഴ്സ് സെപ്പറേറ്റ്ലി. അതായത് നമുക്ക് നമ്മളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 40% മാർക്ക് നമ്മളുടെ അസൈൻമെൻറ്റിനും അതുപോലെ തന്നെ എക്സാമിനും ടേം ആൻഡ് എക്സാമിനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഗൈഡിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അവസാനത്തെ മാർക്ക് ഫൈനൽ റിസൾട്ടിൽ അസൈൻമെൻറ്റിൻ്റെ 30%ഉം അതുപോലെ നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ 70%ഉമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൻ്റെ PDF ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.